വിജയദശമി ആഘോഷം ഭക്തിയുടെ നിറവിൽ നടന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും കുട്ടികളുടെ വിദ്യാരംഭവും നടന്നു. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും വലിയ ഒരുക്കങ്ങളാണ് വിജയദശമിയോടനുബന്ധിച്ച് നടത്തിയിരുന്നത്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കലിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കുട്ടികളെ ആദ്യമായി അക്ഷരം എഴുതിക്കുന്ന ഹൈന്ദവാചാരമാണ് വിദ്യാരംഭം. ആധുനിക കാലത്ത് മറ്റു മതസ്ഥരും ഈ ദിവസം വിദ്യാരംഭം കുറിക്കും. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത്. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുത്ത് തുടർന്ന് ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷര പുണ്യം നുകരാനെത്തിയ കുരുന്നുകളെ വരവേൽക്കാൻ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിരുന്നത്. പുലർച്ചെ 4-ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ വിദ്യാരംഭ ചടങ്ങുകൾക്കായി കുട്ടികളുമായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. 40ഓളം ആചാര്യന്മാർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങുകൾക്ക് അരവിന്ദ് വേലി അച്യുതൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായിരുന്നു. പ്രൊഫസർ ശങ്കരൻ നായർ, മാതങ്കി സത്യമൂർത്തി, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. ഐ4A ന്യൂസ്, ഏറ്റുമാനൂർ.